Chemical Kinetics. +2 ന്റെ 4th chapter ആണ് Chemical Kinetics എന്നുള്ളത്. +2 മുതലാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച്, അതായത് Chemical Kinetics എന്നുള്ള ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കുവാനുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും വളരെ കുറച്ച് പോർഷൻസും മാത്രമാണ് നിങ്ങൾക്ക് +2ന് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുവാനുള്ളത്. പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്നതാണ്. വളരെ ചെറിയ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ടൈം കൊണ്ട് പഠിച്ച് മാക്സിമം മാർക്ക്, ഇതിനകത്തുള്ള കംപ്ലീറ്റ് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കുവാനുള്ളതെന്ന് നോക്കാം. റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ, ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ, സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, temperature dependence of the rate of a reaction, collision theory of chemical reaction. ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുവാനുള്ളത്. Chemical Kinetics. It is the branch of chemistry which deals with the study of reaction rate and their mechanism called chemical kinetics. അതായത് ഒരു റിയാക്ഷന്റെ റേറ്റ്, അതുപോലെ അതിന്റെ മെക്കാനിസം, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ച് ആണ് കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ളത്. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അത് എത്ര സ്പീഡിലാണ് നടക്കുന്നത്, ആ ഒരു റിയാക്ഷന്റെ റേറ്റ് എത്രയാണ്, അതിന്റെ മെക്കാനിസം എന്താണ്, അത് ഏതൊക്കെ സ്റ്റെപ്പിലൂടെയാണ് കംപ്ലീറ്റ് ആവുന്നത്, അത് എത്ര ടൈം കൊണ്ടിട്ടാണ് ആ ഒരു റിയാക്ഷൻ കംപ്ലീറ്റ് ആവുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കെമിക്കൽ കൈനറ്റിക്സ് വഴി മനസ്സിലാക്കാൻ കഴിയും. Thermodynamics tells only about the feasibility of a reaction, whereas chemical kinetics tells about the rate of a reaction. അതായത് തെർമോഡൈനാമിക് സ്റ്റഡീസ് നമുക്ക് തരുന്ന ഇൻഫർമേഷൻ ആ ഒരു റിയാക്ഷൻ നടക്കുമോ ഇല്ലയോ, അതായത് അതിന്റെ ഫീസിബിലിറ്റിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് തെർമോഡൈനാമിക് സ്റ്റഡീസ് നമുക്ക് നൽകുന്നത്. എന്നാൽ കെമിക്കൽ കൈനറ്റിക്സ് വഴി ഒരു റിയാക്ഷന്റെ റേറ്റ്, അതിന്റെ സ്പീഡ്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു റിയാക്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് the feasibility of a reaction which can be predicted by thermodynamics. അതായത് ഒരു കെമിക്കൽ റിയാക്ഷനിലേക്ക് വരുമ്പോൾ ആ ഒരു റിയാക്ഷൻ നടക്കുമോ ഇല്ലയോ, ഈ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് തെർമോഡൈനാമിക് സ്റ്റഡീസ് ആണ്. തെർമോഡൈനാമിക്സ് വഴിയാണ് നമുക്ക് ആ ഒരു റിയാക്ഷൻ നടക്കുമോ ഇല്ലയോ, അതിന്റെ ഫീസിബിലിറ്റിയെ കുറിച്ച്, അതിന്റെ ചാൻസിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഡെൽറ്റ ജിയുടെ വാല്യൂ, ഫ്രീ എനർജി ചേഞ്ചിന്റെ വാല്യൂ സീറോയെക്കാട്ടിൽ കുറവാണെങ്കിൽ, സീറോയെക്കാട്ടിൽ ലെസ് ആണെങ്കിൽ, നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ അതൊരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ്, അത് നോർമൽ കേസിൽ നടക്കുന്ന റിയാക്ഷൻ ആണ്. ഡെൽറ്റ ജിയുടെ വാല്യൂ സീറോയെക്കാട്ടിൽ ഗ്രേറ്റർ ആണെങ്കിൽ അതൊരു നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ്. ആ ഒരു റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ എനർജി, അല്ലെങ്കിൽ അത് നോർമൽ കണ്ടീഷനിൽ നടക്കില്ല. ഓക്കെ, അപ്പോൾ ഒരു റിയാക്ഷന് ഡെൽറ്റ ജിയുടെ വാല്യൂ സീറോയിനെക്കാട്ടിൽ ലെസ് ആണെങ്കിൽ അതൊരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ്, ആ ഒരു റിയാക്ഷൻ നടക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ എക്സ്റ്റെന്റ് ടു വിച്ച് എ റിയാക്ഷൻ വിൽ പ്രൊസീഡ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ഫ്രം കെമിക്കൽ ഇക്വിലിബ്രിയം. അതായത് എത്ര മാത്രം ആ ഒരു റിയാക്ഷൻ നടക്കും, എത്ര എക്സ്റ്റെന്റ് വരെ ആ ഒരു റിയാക്ഷൻ നടക്കും, ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ തരുന്നത് കെമിക്കൽ ഇക്വിലിബ്രിയം ആണ്. ഈ കെമിക്കൽ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം എന്നുള്ള ഒരു ടോപ്പിക്ക് നമ്മൾ +1 പഠിക്കുന്നതാണ്. അതുപോലെ കേരള സിലബസിന്റെ സ്റ്റുഡൻസ് 10ാം ക്ലാസ്സിലും പഠിക്കുന്ന ടോപ്പിക്കാണ് ഇക്വിലിബ്രിയം എന്നുള്ളത്. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഇക്വിലിബ്രിയം എന്നുള്ള ഒരു സ്റ്റേജ് അറ്റൈൻ ചെയ്യുന്നത് വരെയാണ് ആ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. അതായത് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷന്റെയും ബാക്ക്വേർഡ് റിയാക്ഷന്റെയും റേറ്റ് ഈക്വൽ ആകുന്ന സ്റ്റേജ് ആണ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫർദർ ആയിട്ട് കെമിക്കൽ റിയാക്ഷൻ നടക്കില്ല. കെമിക്കൽ റിയാക്ഷൻ നടക്കില്ല എന്നല്ല, ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഒരേ അളവിൽ, അതായത് ഒരേ റേറ്റിൽ നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം പറയാം. അതായത് നമ്മളൊരു റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പം അവിടെ റിയാക്റ്റന്റിന്റെ എമൗണ്ട് മാക്സിമം ആയിരിക്കും, പ്രോഡക്റ്റ് 0 ആയിരിക്കും. റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് റിയാക്റ്റന്റിന്റെ എമൗണ്ട് ഡിക്രീസ് ചെയ്ത് വരും ആൻഡ് പ്രോഡക്റ്റിന്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്ത് വരും.
രണ്ടിന്റെ എമൗണ്ട് ഈക്വൽ ആവുന്ന സ്റ്റേജ് വരെ ഈ ഒരു റിയാക്ഷൻ നടക്കും. രണ്ടിന്റെയും എമൗണ്ട് ഈക്വൽ ആയി കഴിയുമ്പോൾ എത്ര റിയാക്ടന്റ് പ്രോഡക്റ്റ് ആവുന്നോ അത്രയും പ്രോഡക്റ്റ് തിരിച്ച് റിയാക്ടന്റ് ആവും. അവിടെ ഒരു ഇക്വിലിബ്രിയം സ്റ്റേജ് വരും. ഈ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഫർദർ ആയിട്ട് പിന്നെ കെമിക്കൽ റിയാക്ഷൻ നടക്കില്ല. ഓക്കെ, അപ്പം എത്ര എക്സ്റ്റെന്റ് വരെയാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് കെമിക്കൽ ഇക്വിലിബ്രിയം, അതിനെ കുറിച്ചുള്ള സ്റ്റഡീസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് സ്പീഡ് ഓഫ് എ റിയാക്ഷൻ, അതായത് എത്ര സ്പീഡിലാണ് ആ റിയാക്ഷൻ നടക്കുന്നത്, അതുപോലെ തന്നെ എത്ര ടൈം കൊണ്ടിട്ടാണ് അത് ഇക്വിലിബ്രിയം എന്നുള്ള സ്റ്റേജിൽ എത്തിച്ചേരുന്നത്. ഈ കാര്യങ്ങളൊക്കെയാണ് ഒരു കെമിക്കൽ റിയാക്ഷനിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതായത് ഫസ്റ്റ് വൺ അതിന്റെ ഫീസിബിലിറ്റി, സെക്കൻഡ് വൺ എത്ര എക്സ്റ്റെന്റ് വരെ നടക്കും, പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആ ഒരു റിയാക്ഷന്റെ സ്പീഡ്, അത് എത്ര ടൈം കൊണ്ടിട്ട് ആ ഒരു റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യും. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു കെമിക്കൽ റിയാക്ഷനിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് റിയാക്ഷൻസ് ഓൺ ദ ബേസിസ് ഓഫ് റിയാക്ഷൻ റേറ്റ്. റിയാക്ഷൻ റേറ്റിന്റെ ബേസിസിൽ നമുക്ക് റിയാക്ഷൻസിനെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. First one, very fast reaction which complete in less than 10 raised to minus 12 second. അത് 10 raised to minus 12 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ആവുന്ന റിയാക്ഷൻസിനെയൊക്കെ നമ്മൾ വെരി ഫാസ്റ്റ് റിയാക്ഷൻസ് എന്നാണ് പറയുന്നത്. അത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടായിരിക്കും ഈ റിയാക്ഷൻസ് നടക്കുന്നത്. എക്സാമ്പിൾ ആണ് അയോണിക് റിയാക്ഷൻ. നെക്സ്റ്റ്, സ്ലോ റിയാക്ഷൻ വിച്ച് ടേക്സ് ടൈം ഫ്രം സം മിനിറ്റ്സ് ടു സം ഇയേഴ്സ്. എക്സാമ്പിൾ റസ്റ്റിംഗ് ഓഫ് അയൺ. റസ്റ്റിംഗ് ഓഫ് അയൺ, അതുപോലെ തന്നെ ഡയമണ്ട് ഗ്രാഫൈറ്റ് ആവുന്ന റിയാക്ഷൻസ് ഒക്കെ നമ്മുടെ സ്ലോ റിയാക്ഷൻസ് ആണ്. ഡയമണ്ട് ഗ്രാഫൈറ്റ് ആവാൻ മില്യൺസ് ഓഫ് ഇയേഴ്സ് വേണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, മോഡറേറ്റീവ്ലി സ്ലോ റിയാക്ഷൻ, ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ സ്ലോ ആൻഡ് ഫാസ്റ്റ് റിയാക്ഷൻ. എക്സാമ്പിൾ ഹൈഡ്രോളിസിസ് ഓഫ് സ്റ്റാർച്ച്. അതായത് ഒരുപാട് ഫാസ്റ്റും അല്ല എങ്കിൽ ഒരുപാട് സ്ലോയും അല്ല, ഇൻ ബിറ്റ്വീൻ വരുന്ന അത്തരം റിയാക്ഷൻസിനെയാണ് നമ്മൾ മോഡറേറ്റീവ്ലി സ്ലോ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഇനി നമ്മൾ ടെക്സ്റ്റിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്കാണ് പോകുന്നത്, റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഈ ഒരു ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുൻപ് എന്താണ് റേറ്റ്? നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വേർഡാണ് റേറ്റ്. റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ നമുക്ക് നിരക്ക് എന്ന് പറയാം, ഇല്ലേ? എന്താണ് ഈ റേറ്റ്? ഇപ്പം നമ്മൾ ട്രിവാൻഡ്രം ടു ആലപ്പി ട്രാവൽ ചെയ്യാണ്, ബസ്സിൽ ട്രാവൽ ചെയ്യാണ്. അവിടെ നമ്മൾ ടിക്കറ്റിന്റെ റേറ്റ്, അതായത് ടിക്കറ്റിന് നമ്മൾ കൊടുക്കുന്ന എമൗണ്ടും അതുപോലെ അടുത്തുള്ള രണ്ട് പ്ലേസ് തമ്മിൽ ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ടിക്കറ്റിന് കൊടുക്കുന്ന ആ ഒരു റേറ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, ഇല്ലേ? ലോങ്ങർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന റേറ്റും അടുത്തുള്ള രണ്ട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന റേറ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പം അവിടെ നമ്മൾ എന്തിന്റെ ബേസിസിലാണ് ഈ ഒരു എമൗണ്ട്, ടിക്കറ്റിന്റെ ആ ചാർജ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്? അവിടെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു കിലോമീറ്റർ, ഇത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ ഇത്ര എമൗണ്ട് വരും. അപ്പം കിലോമീറ്ററിനനുസരിച്ചിട്ടാണ് അവിടെ ടിക്കറ്റ് റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ക്ലോത്ത് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ആ ഒരു ക്ലോത്തിന്റെ റേറ്റിനെ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഇതുപോലെ ആ ക്ലോത്തിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിനകത്തുള്ള വർക്കിന്റെ ഒക്കെ ബേസിസിലാണ്. അതുപോലെ ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ the rate of a chemical reaction is the amount of chemical reaction per unit time. ഇവിടെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു പറയുന്നത് ടൈമാണ്. ഓക്കെ, അപ്പം ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ എത്രമാത്രം കെമിക്കൽ റിയാക്ഷൻ നടന്നു വിത്ത് റെസ്പെക്ട് ടു ടൈം, ടൈമിനനുസരിച്ച് എത്രമാത്രം കെമിക്കൽ റിയാക്ഷൻ നടന്നു അതിനെയാണ് നമ്മൾ ആ ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാസ്റ്റ് റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് ടൈമിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. അപ്പൊ അതിന്റെ റേറ്റ് ഭയങ്കര കൂടുതലാണ്, ഹൈ ആണെന്ന് നമ്മൾ പറയും. സ്ലോ റിയാക്ഷൻ ആണെങ്കിൽ യൂണിറ്റ് ടൈമിൽ ഉണ്ടാവുന്ന കെമിക്കൽ ചേഞ്ച് വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ അതിന്റെ റേറ്റ് വളരെ ലോ ആണെന്ന് പറയും. ഓക്കെ, the rate of a reaction can be defined as the change in concentration of a reactant or product in unit time. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ R gives P. ഇവിടെ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ടന്റ് ആണ് ആൻഡ് P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ റേറ്റിനെ എക്സ്പ്രസ് ചെയ്യാം. ഒന്നുകിൽ റിയാക്ടന്റിന്റെ അളവിനുണ്ടാവുന്ന ഡിക്രീസ്, അതല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ അളവിനുണ്ടാവുന്ന ഇൻക്രീസ്.
അതായത് നമ്മളൊരു റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ, അത് തുടങ്ങുന്ന സമയത്ത് റിയാക്ടന്റിന്റെ എമൗണ്ട് മാക്സിമം ആയിരിക്കും, പ്രോഡക്റ്റിന്റെ എമൗണ്ട് അവിടെ 0 എന്ന് എടുക്കാം. റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നതനുസരിച്ച്, റിയാക്ഷൻ മുന്നോട്ട് നടക്കുന്നതനുസരിച്ച് റിയാക്ടന്റിന്റെ എമൗണ്ട് ഡിക്രീസ് ആവുന്നു ആൻഡ് പ്രോഡക്റ്റിന്റെ എമൗണ്ട് ഇൻക്രീസ് ആവുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ റിയാക്ഷൻ റേറ്റിനെ ഒന്നുകിൽ നമുക്ക് റിയാക്ടന്റിന്റെ ടേമിൽ പറയാം, അതായത് റിയാക്ടന്റിന്റെ ടേമിൽ പറയുമ്പോൾ റിയാക്ടന്റിന്റെ എമൗണ്ടിനുണ്ടാവുന്ന ഡിക്രീസ്, അതല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ ടേമിൽ പറയാം, അതായത് പ്രോഡക്റ്റിന്റെ എമൗണ്ടിനുണ്ടാവുന്ന ഇൻക്രീസ്. നിങ്ങൾക്ക് ഈ ഗ്രാഫ് നോക്കുമ്പോൾ മനസ്സിലാവും, ഇവിടെ നമ്മൾ ടൈമും കോൺസെൻട്രേഷനും വെച്ചിട്ടാണ് ഈ ഗ്രാഫ് വരച്ചിരിക്കുന്നത്. ടൈം എക്സ് ആക്സിസിലും കോൺസെൻട്രേഷൻ നമ്മൾ വൈ ആക്സിസിലുമാണ് എടുത്തിരിക്കുന്നത്. റിയാക്ടന്റിന്റെ ടേംസിൽ നോക്കുമ്പോൾ റിയാക്ടന്റിന്റെ എമൗണ്ട് ടൈം 0 ആയപ്പോൾ മാക്സിമം ആയിരുന്നു. ടൈം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്, ടൈം മുന്നോട്ട് പോകുന്നതനുസരിച്ച് റിയാക്ടന്റിന്റെ എമൗണ്ട് ഡിക്രീസ് ആയി വരുന്നു. ഒരു കോൺസ്റ്റന്റ് ഒരു പോയിന്റിൽ എത്തിയതിനു ശേഷം, ഒരു ഫിക്സ്ഡ് ഒരു ടൈമിൽ എത്തിയതിനു ശേഷം പിന്നെ അതിന്റെ എമൗണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പ്രോഡക്റ്റും T is equal to 0, അത് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ പ്രോഡക്റ്റിന്റെ എമൗണ്ട് നമുക്ക് 0 എന്ന് പറയാം. ടൈം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് പ്രോഡക്റ്റിന്റെ എമൗണ്ടിൽ ഇൻക്രീസ് ആയി ഒരു ഫിക്സ്ഡ് പോയിന്റിൽ എത്തിയതിനു ശേഷം പിന്നീട് അത് കോൺസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഓക്കെ, അപ്പം റിയാക്ഷൻ റേറ്റിനെ നമ്മൾ രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഫസ്റ്റ് നമ്മുടെ റിയാക്ടന്റിന്റെ ടേംസിൽ, അതായത് റേറ്റ് ഇസ് ഈക്വൽ ടു ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് R ബൈ ടൈം ടേക്കൺ, അതായത് റിയാക്ടന്റിന്റെ അളവിനുണ്ടാകുന്ന ഡിക്രീസ് ബൈ ടൈം ടേക്കൺ. ഇപ്പൊ യൂണിറ്റ് ടൈമിൽ ഉണ്ടാവുന്ന കെമിക്കൽ റിയാക്ഷന്റെ അളവിനെയാണ് റേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റേറ്റ് ഇസ് ഈക്വൽ ടു ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് R ബൈ ടൈം ടേക്കൺ. ഇതിനെ നമ്മൾ എഴുതുന്നത് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് R, ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് എഴുതി കഴിഞ്ഞാൽ അതിന്റെ മീനിങ് കോൺസെൻട്രേഷൻ ഓഫ് R എന്നാണ്, ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ടൈം. ഓക്കെ, ഈ കോൺസെൻട്രേഷൻ ഓഫ് ആറിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് R2 മൈനസ് R1 എന്നാണ്. ഓക്കെ, R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ കോൺസെൻട്രേഷൻ ആണ്, R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. ഓക്കെ, അപ്പൊ T is equal to 0, നമ്മുടെ ഈ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഉണ്ടാകുന്ന കോൺസെൻട്രേഷൻ 10 ആണെന്ന് വിചാരിക്കുക, 10 ആണെന്ന് വിചാരിക്കുക. നമ്മുടെ ടൈം ഒരു 5 സെക്കൻഡോ എന്തെങ്കിലും കഴിഞ്ഞതിന് ശേഷം നമ്മുടെ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ 8 ആണെന്ന് വയ്ക്കുക. ഓക്കെ, അപ്പൊ നമ്മളുടെ ഡെൽറ്റ ആറിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് R2 മൈനസ് R1. ഈ R2 എന്ന് പറഞ്ഞാൽ ഫൈനൽ കോൺസെൻട്രേഷൻ ആണ്, നമ്മുടെ 8 മൈനസ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 10. അപ്പൊ നമുക്ക് 8 മൈനസ് 10 എന്നുള്ള വാല്യൂ ആണ് ഡെൽറ്റ ആറിന് വരുന്നത്. ഓക്കെ, റിയാക്ടന്റിന്റെ എമൗണ്ട് കുറയുന്നത് കൊണ്ട് തന്നെ അതൊരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഓക്കെ, ആൻഡ് ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ T2 മൈനസ് T1 ആണ്. T2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ ടൈം ആണ് ആൻഡ് T1 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ ടൈം ആണ്. നമ്മുടെ 5 സെക്കൻഡിന് ശേഷമല്ലേ നമ്മൾ എടുത്തത്. അപ്പൊ T2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ടൈം 5 മൈനസ് T1 എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത ടൈം 0. അപ്പൊ നമ്മൾ അവിടെ T2 മൈനസ് T1 എന്നുള്ളത് 5 മൈനസ് 0 എന്നാണ് എടുക്കുന്നത്. 5 മൈനസ് 0 നമുക്ക് 5 എന്ന് കിട്ടും. അപ്പൊ ഡെൽറ്റ ടിന്റെ വാല്യൂ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് 5 ആണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഒരു കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് ഇവിടെ പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ വരുന്നുണ്ട്. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അതൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. അവിടെ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇവിടെ നമ്മുടെ സ്പീഡ് അല്ലെങ്കിൽ റേറ്റ് നമുക്ക് പോസിറ്റീവ് വാല്യൂ ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മളിവിടെ നെഗറ്റീവ് എന്നുള്ള സൈൻ കൊടുത്തിരിക്കുന്നത്. കാരണം കോൺസെൻട്രേഷൻ ഓഫ് R2 മൈനസ് R1 ആണ്. R2 മൈനസ് R1 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. കാരണം ഇനിഷ്യൽ കോൺസെൻട്രേഷനേക്കാൾ കുറവാണ് ഫൈനൽ കോൺസെൻട്രേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വാല്യൂ നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്. അതിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നെഗറ്റീവ് സൈൻ കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ പിയുടെ ടേംസിൽ അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ ടേമിലാണ് പറയുന്നതെങ്കിൽ റേറ്റ് ഇസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പി ബൈ ടൈം ടേക്കൺ. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞു പ്രോഡക്റ്റിന്റെ എമൗണ്ട് ടൈം കൂടുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പി ബൈ ടൈം ടേക്കൺ, ദാറ്റ് ഈസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് പി ബൈ ഡെൽറ്റ ടി. ഇവിടെയും നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് പി എടുക്കുന്നത് P2 മൈനസ് P1 ആണ്.
ആൻഡ് ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ T2 മൈനസ് T1 ആണ്. ഓക്കെ, അപ്പം എത്രമാത്രം റിയാക്ടന്റിന്റെ എമൗണ്ടിന് ഡിക്രീസ് സംഭവിച്ചോ അത്രമാത്രം പ്രോഡക്റ്റിന്റെ എമൗണ്ട് ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. Therefore, ഈ ഒരു കെമിക്കൽ റിയാക്ഷന് നമുക്ക് പറയാം റേറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് R ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു പ്ലസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് പി ബൈ ഡെൽറ്റ ടി. ഈ രണ്ട് റേറ്റും ഈക്വൽ ആണ്. നമുക്ക് ഒന്നുകിൽ റിയാക്ടിന്റെ ടേംസിൽ പറയാം അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ ടേംസിൽ പറയാം. ഇത് രണ്ടും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് റേറ്റിനെ തന്നെയാണ്. ഓക്കെ, ഇങ്ങനെ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിൽ, അതായത് ഒന്നിൽ കൂടുതൽ റിയാക്ടന്റ് ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഇതിനൊരു സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യന്റും കൊടുത്തിട്ടുണ്ട്. ആ കേസിൽ നമ്മുടെ റേറ്റ് എഴുതുന്നതാണ്. ഇവിടെ നമ്മൾ ഓരോ റിയാക്ടന്റിന്റെ ടേംസിലും നമുക്ക് റേറ്റിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഒരു റിയാക്ടന്റും ഒരു പ്രോഡക്റ്റും ആയിരുന്നു, അപ്പൊ നമ്മൾ റിയാക്ടന്റിന്റെ ടേംസിലും പ്രോഡക്റ്റിന്റെ ടേംസിലും എഴുതി. പക്ഷെ ഇവിടെ നമുക്ക് ഒന്നിൽ കൂടുതൽ റിയാക്ടന്റും ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റും ഉണ്ട്, അപ്പൊ ഓരോ റിയാക്ടന്റിന്റെ ടേംസിലും ഓരോ പ്രോഡക്റ്റിന്റെ ടേംസിലും നമുക്ക് റേറ്റിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇവിടെ എഴുതുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും റേറ്റ് ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ ഈ ഒരു എ എന്ന് പറഞ്ഞ റിയാക്ടന്റിന്റെ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യന്റ് ആണ് ഇവിടെ നമ്മൾ എഴുതുമ്പോൾ 1 ബൈ എ. ആ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യന്റ് നമ്മൾ 1 ബൈ എ ഈ ഒരു രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് റേറ്റ് ഇസ് ഈക്വൽ ടു റിയാക്ടന്റ് ആയതുകൊണ്ട് മൈനസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മൈനസ് 1 ബൈ എ ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് എ ബൈ ഡെൽറ്റ ടി is equal to minus 1 by B concentration of B delta concentration of B by delta T is equal to plus 1 by C delta concentration of C by delta T is equal to plus 1 by D delta concentration of D by delta T. എല്ലാ റിയാക്ടിന്റെ ടേംസിലും പ്രോഡക്റ്റിന്റെ ടേംസിലും നമുക്ക് ഇതുപോലെ എഴുതാം. ഏതെങ്കിലും ഒരു ഇപ്പം ഇക്വേഷൻ ഒരു രീതിയിൽ മാത്രം എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു റിയാക്ടിന്റെ ടേംസിൽ മാത്രമാണെങ്കിലും നമുക്ക് എഴുതാം. ഇതെല്ലാം ഈക്വൽ ആയിരിക്കും വാല്യൂ. ഓക്കെ, ഇവിടെ നമ്മുടെ റേറ്റ് ഓഫ് ദി റിയാക്ഷൻ അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ദി റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ റിയാക്ടന്റിന്റെ ടേംസിൽ നമ്മൾ റേറ്റിനെ എക്സ്പ്രസ് ചെയ്യുന്ന എല്ലായിടത്തും നമ്മൾ നെഗറ്റീവും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, നെഗറ്റീവും കൂടി മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അതായത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് നമുക്ക് എപ്പോഴും നെഗറ്റീവ് വാല്യൂ ആണ് തരുന്നത്. അതായത് നമുക്കറിയാം റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഹൈയും അത് ലാസ്റ്റ് പോർഷനിലേക്ക് വരുമ്പോൾ അത് റിയാക്ഷൻ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എടുക്കുന്ന ടേംസ് എല്ലാം നെഗറ്റീവ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ ഇതിന്റെ കൂടെ നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു നെഗറ്റീവും ഇതും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, rate of a reaction is always positive since concentration of R, delta concentration of R is a negative quantity. It is multiplied with -1 to make the rate of the reaction positive quantity. Rate of the reaction positive ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ -1 കൂടി മൾട്ടിപ്ലൈ ചെയ്തത്. ഓക്കെ, നമുക്ക് ടെക്സ്റ്റിലുള്ള 2-3 എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ Hg plus Cl2 gives HgCl2. ഈ ഒരു ഇക്വേഷന്റെ കേസിൽ ഇവിടെ നമുക്ക് എങ്ങനെയാണ് റേറ്റ് ഓഫ് ദി റിയാക്ഷൻ കണ്ടുപിടിക്കുന്നത് നോക്കാം. നമുക്കറിയാം ഒന്നുകിൽ നമ്മൾ റിയാക്ടന്റിന്റെ ടേംസിൽ അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ ടേംസിലാണ് പറയേണ്ടത്. ഇവിടെ 2 റിയാക്ടന്റ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇതിന്റെ റിയാക്ഷന്റെ റേറ്റ് എഴുതാം. റിയാക്ടന്റിന്റെ ടേംസിൽ എഴുതുമ്പോൾ നമ്മൾ നെഗറ്റീവും കൂടി ചേർക്കണം. നെഗറ്റീവ് ഡെൽറ്റ concentration of Hg by delta T is equal to minus delta concentration of Cl2 by delta T is equal to ഇത് product ആണ്, അതുകൊണ്ട് delta concentration of HgCl2 by delta T. ഓക്കെ, ഇപ്പം എത്ര റിയാക്ടന്റ് ഉണ്ടെങ്കിലും അത് അതുപോലെ ഡയറക്റ്റ് അതുപോലെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 2HI gives H2 plus I2. ഇതിന്റെ കേസിൽ ഇവിടെ ഒരു സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് വരുമ്പോൾ നമ്മൾ അതിനെ 1 by എന്നും പറഞ്ഞ് എഴുതണം. ഇതിന്റെ കേസിൽ റിയാക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ -1/2 ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് HI by delta T. ബാക്കി രണ്ടും പ്രോഡക്റ്റ് ആണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അതിന്റെ പ്ലസ് ഇട്ടാണ് എഴുതേണ്ടത്.
plus delta concentration of H2 by delta T is equal to delta concentration of I2 by delta T. Okay. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഈ ഒരു റിയാക്ഷന്റെ റേറ്റ് എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. റേറ്റ് സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് അതുപോലെ കൊടുക്കണം. അപ്പോൾ -1/5 ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് Br മൈനസ് ബൈ ഡെൽറ്റ ടി. ഇതും റിയാക്ടന്റ് ആണ്. അപ്പം അവിടെ മൈനസ്, അതിന്റെ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ട് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് BrO3 മൈനസ് by delta T. Next ഇവിടെ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് 6 എന്നുണ്ട്. -1/6 ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ബൈ ഡെൽറ്റ ടി. ഇനി ഇത് രണ്ടും പ്രോഡക്റ്റ് ആണ്. അവിടുത്തെ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ എഴുതാൻ. ഇവിടെ പ്ലസ് 1/3 ഡെൽറ്റ Br2 ബൈ ഡെൽറ്റ ടി ആൻഡ് ഇതിന്റെ കേസിൽ 1/3 ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് H2O ബൈ ഡെൽറ്റ ടി. ഇതുപോലെയാണ് എഴുതുന്നത്. നമുക്കൊരു ഇക്വേഷൻ തന്നിട്ട് അതിനകത്തുനിന്ന് റേറ്റ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ രീതിയിലാണ് എഴുതുന്നത്. എല്ലാം ഈക്വൽ ഇട്ട് വേണം എഴുതാൻ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, എക്സാംസിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. റേറ്റ് ഓഫ് ദി റിയാക്ഷന്റെ യൂണിറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് കോൺസെൻട്രേഷൻ ടൈം ഇൻവേഴ്സ്. അത് നമുക്കറിയാം, റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ ടൈം ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ യൂണിറ്റ് നമ്മൾ എടുക്കുമ്പോൾ കോൺസെൻട്രേഷൻ ടൈം ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ബൈ ടൈം വരുന്നുണ്ട്, ടൈം ഇൻവേഴ്സ് എന്നാണ് വരുന്നത്. അപ്പം ഇൻ കേസ് നമ്മൾ കോൺസെൻട്രേഷൻ എടുക്കുന്നത് മോൾ ലിറ്റർ ഇൻവേഴ്സിലാണെങ്കിൽ നമ്മുടെ റേറ്റിന്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത് മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ഓക്കെ, കോൺസെൻട്രേഷൻ നമ്മൾ ഗേഷ്യസ് സിസ്റ്റത്തിന്റെ കേസിൽ കോൺസെൻട്രേഷൻ നമ്മൾ പാർഷ്യൽ പ്രഷറിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ആ കേസ് വരുമ്പോൾ നമ്മുടെ റേറ്റിന്റെ യൂണിറ്റ് വരുന്നത് ATM സെക്കൻഡ് ഇൻവേഴ്സ്. ഓക്കെ, അപ്പം റേറ്റിന്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത് മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ഗേഷ്യസ് റിയാക്ടൻസിന്റെ കേസിൽ അല്ലെങ്കിൽ ഗേഷ്യസ് സിസ്റ്റം എടുക്കുന്ന കേസിൽ ATM സെക്കൻഡ് ഇൻവേഴ്സ് ആണ് അവിടെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ റേറ്റ് ഓഫ് ദി റിയാക്ഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഈ ഒരു പോർഷനിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. കൂടുതൽ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. താങ്ക്